സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അസിസിയിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ ഒരു നോക്ക് കാണുവാൻ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പ്രാപവും പ്രൗഢിയൊക്കെ ഇന്ന് അതിലും വലുതായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫ്രാൻസിസ് പിതാവിനെ ഒരു നോക്ക് കാണാം. ഫ്രാൻസിസ് പിതാവിൻ്റെ സ്വർഗപ്രാപ്തിയുടെ 800-ാം വർഷം ആഘോഷിക്കുമ്പോൾ മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ്കൻ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുക? കാരണം ഒന്ന് മാത്രമാണ്, തൻ്റെ ജീവിതം നവീകരിച്ചുകൊണ്ട് സഭയെ പണിതുയർത്ത, സഭയെ നവീകരിച്ച ഒരു വിശുദ്ധൻ്റെ 800-ാം വർഷം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ നവീകരണ വർഷമാകണമെന്ന് മാർപ്പാപ്പയ്ക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുക. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാനസാന്തര ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഫ്രാൻസിസ് സാന്താമിയാനോ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ബലിക്കല്ലിന് ചുവട്ടിൽ തപസ്സിരിക്കുന്ന ജീവിതം, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ സമാധാനവും സ്നേഹവും ഒക്കെ ആയിട്ട് ലോകത്തിലേക്ക് ഇറങ്ങുക. നമുക്ക് ഈ സാന്താമിയാനോ ദേവാലയത്തിലേക്ക് ഒന്ന് പോകാം. അസിസി സെൻട്രലിൽ നിന്ന് ഒത്തിരി താഴേക്ക് ഇറങ്ങിയ ഒരു പ്രദേശമാണിത്. വളരെ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന, നമ്മളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട്, ഒരു സമാധാനമുണ്ട്. നമ്മൾ പോകുന്ന ഈ വഴി തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, കുത്തായ ചെരിവാണ്. ഭയങ്കരമായ ഇറക്കത്തിലൂടെ നമ്മളിതാ സാന്താമിയാനോ ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുക. ഈ ഒരു ദേവാലയത്തിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്. കാരണം ഫ്രാൻസിസ് തൻ്റെ മാനസാന്തര ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരു ദേവാലയമാണ്. അന്നത് തകർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് ഈ കുരിശിൽ നിന്ന് ഫ്രാൻസിസിന് ഒരു സ്വരം കേൾക്കുന്നത്, തകർന്ന എൻ്റെ ദേവാലയം പുതുക്കി പണിയുക. അങ്ങനെ ഫ്രാൻസിസ് ഈ ദേവാലയമൊക്കെ പുതുക്കി പണിയാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. എന്നാണ് ഫ്രാൻസിസിന് പിന്നീട് മനസ്സിലാവുക, തകർന്ന ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് സഭയെയാണ്. തകർന്ന സഭയെ പുനരുദ്ധരിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതം നവീകരിച്ചുകൊണ്ട് പിന്നീട് സഭയെ നവീകരിക്കുവാനായിട്ട് ഫ്രാൻസിസ് തുടങ്ങുകയാണ്. നമുക്കും ഈ ക്രൂശിത രൂപത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നവീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, കുഷ്ഠരോഗിയെ ചുംബിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ചു എന്ന് പറയുന്നതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. എന്തൊക്കെയാണ് അതിന് മുമ്പ്? അത് ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. ഓരോ രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാവപ്പെട്ടവനെ കാണുമ്പോഴും അവരിലൊക്കെ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ചുംബിക്കുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. ആ ഒരു ആത്മീയതയിലേക്ക് വളരുവാനായിട്ട് നമുക്കും ഈ ദിവസങ്ങളിലൊക്കെ സാധിക്കട്ടെ. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചു വളർന്ന വീട്. ഇത് അസിസിയിലെ സെൻട്രലിൽ തന്നെ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാതാപിതാക്കളായ പീറ്റർ ബെർണാദനും പീക്കിയുടെ സ്റ്റാച്ചു നമുക്ക് കാണാം. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ജനിച്ചു വളർന്ന ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും ഒക്കെയായിട്ട് ഫ്രാൻസിസ് പിതാവ് തൻ്റെ പിതാവ് പീറ്റർ ബെർണാദൻ്റെ തുണിക്കടയിൽ നിന്ന് പണമെടുക്കുകയും തുണി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രാൻസിസ് പിതാവിനെ പീറ്റർ ബെർണാദൻ വീട്ടുതടങ്കലിലാക്കി. അതിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീട്ടുതടങ്കലും സ്റ്റാച്ചു ഒക്കെ നമ്മൾ കാണുക. അതുപോലെ ഇന്ന് ഈ വീട് ഒരു ദേവാലയമാണ്. നമുക്കറിയാം, 800 വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ ഫ്രാൻസിസിനെ ലോകത്തിന് സമ്മാനിച്ച ഒരു വീടാണിത്. നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ഒരു വലിയൊരു വിപ്ലവകാരിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് വലിയൊരു വിപ്ലവകാരിയായത് മറ്റൊന്നും കൊണ്ടുമല്ല, സ്വന്തം ജീവിതം നവീകരിച്ചുകൊണ്ട്, സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ ഒരു വലിയൊരു നവീകരണം സഭയിൽ കൊണ്ടുവരികയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്നേഹം ലോകം മുഴുവനും കൊണ്ടു കൊടുക്കുവാനായിട്ട്, ആ സ്നേഹവും സന്തോഷവും സമാധാനവും ലോകം എങ്ങും എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇനി നമുക്ക് അസിസി പട്ടണത്തിൻ്റെ ഏറ്റവും താഴ്വാരത്തുള്ള മരിയ ദെല്ല ആഞ്ചലി കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പോകാം. ഈ ദേവാലയത്തിനുള്ളിലാണ് ഫ്രാൻസിസ് തൻ്റെ സ്വന്തം കരം കൊണ്ട് പുതുക്കി പണിത
പോർച്ചുഗല ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗല ദേവാലയവും അതിന് ചുറ്റുമുള്ള ആശ്രമവും ഒക്കെയാണ് ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിൻ്റെ തന്നെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. കാരണം സ്വന്തം ജീവിതം നവീകരിച്ചുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ പിൻചെല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ അസീസിക്കാരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടെ ഫ്രാൻസിസിനെ നോക്കിക്കാണുകയാണ്. പിന്നീട് ഓരോരുത്തരായിട്ട് ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുവാനായിട്ട് വരികയാണ്. അങ്ങനെ ഫ്രാൻസിസ്കൻ സാഹോദര്യം രൂപം കൊണ്ടപ്പോൾ ഫ്രാൻസിസ് നിയമാവലിയായിട്ട് എടുത്ത സുവിശേഷം തന്നെയാണ്. തന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്ന ഭാഗം. അങ്ങനെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നു. ഒന്നും അവർക്കില്ലായിരുന്നു. ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം. മറ്റുള്ളവരോട് ഭിക്ഷയാചിച്ചും ചോദിച്ചൊക്കെ ആയിട്ട് അവർ ഫ്രാൻസിസ്കൻ ജീവിതം ആരംഭിക്കുകയാണ്. ഇതാണ് ഫ്രാൻസിസിൻ്റെ ആദ്യത്തെ ആ ഒരു ആശ്രമം. ഇവിടെ ഫ്രാൻസിസിൻ്റെ സ്റ്റാച്യൂവിൽ എപ്പോഴും പ്രാവുകൾ വന്നിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണിത്. അതുപോലെ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫ്രാൻസിസിന് ടെംപ്റ്റേഷൻ ഉണ്ടായപ്പോൾ മുള്ളുകളുള്ള റോസ തോട്ടത്തിൽ കിടന്നുരുണ്ടു എന്ന്. ആ റോസകൾക്ക് മുള്ളില്ലാതായെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു റോസ തോട്ടമാണ് നമ്മളിവിടെ കാണുക. ഈ പോർച്ചുഗല ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ കിടന്നാണ് ഫ്രാൻസിസ് പിതാവ് സഹോദരി മരണമേ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പുൽകുന്നത്. ഈ ഒരു റൂമിലാണ് ഫ്രാൻസിസ് പിതാവ് കിടന്ന് മരിക്കുന്നത്. അന്ന് ഇത് ആശ്രമത്തിൻ്റെ ഒരു റൂമായിരുന്നുവെങ്കിൽ ഇന്നിത് വലിയ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിസ് പിതാവിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം പഞ്ചക്ഷതം ലഭിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകൾ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയതിൻ്റെ വേദനയുണ്ട്. അതുപോലെ കണ്ണ് തിമിരം ബാധിച്ച് കണ്ണ് കാണാൻ സാധിക്കാത്ത അവസ്ഥ, അതിൻ്റെ ചികിത്സയിലുള്ള വേദനകൾ, അതുപോലെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് കഴിഞ്ഞ നാളുകൾ, കഠിനമായ ഉപവാസത്തിലുണ്ടായ വയറിലുള്ള വേദനകൾ, അങ്ങനെ ഒത്തിരി വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഫ്രാൻസിസ് പിതാവ് പറയുകയാണ്, ഇനി നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് പിതാവ് സഹോദരങ്ങളെ ഉദ്ബോധിപ്പിക്കുക. രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുവോളം ആ ക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധൻ. നമുക്ക് എളുപ്പമാണ് പറയാൻ രണ്ടാം ക്രിസ്തു എന്ന്. എന്നാൽ ദൈവപുത്രനായ ആ ക്രിസ്തുവിൻ്റെ ആ ഒരു ആത്മീയതയിലേക്ക് വളരുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചത് ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട്, വചനം സുവിശേഷം അത് അതേപടി അനുസരിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ്. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമായിട്ട് വചനത്തിലാണ് ആശ്രയിച്ചത്. ഈശോയുടെ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ എല്ലാത്തിനുമുള്ള പരിഹാരം വിശുദ്ധ ഫ്രാൻസിസ് കണ്ടു. അന്ന് കുരിശുയുദ്ധത്തിൻ്റെ സമയമായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഈശോയുടെ സമാധാനം കൊണ്ട് കൊടുക്കുവാനായിട്ട് യുദ്ധം കൊടിപിരികൊണ്ട് നിൽക്കുന്ന സമയങ്ങളിലും നിരായുധനായി യുദ്ധമുഖങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് ഡാമിയറ്റയിൽ 1219 സുൽത്താൻ അൽ കമിൽ മാലിക്കിനെ പോയി കാണുകയാണ്. അത്രയും ധൈര്യവാനായിരുന്നു ഫ്രാൻസിസ്. തൻ്റെ സമയത്തുള്ള പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചു. ഇത് സാന്താമിയാനോ ദേവാലയത്തിനോട് ചുറ്റുമുള്ള വിശുദ്ധ ക്ലാരയുടെ കോൺവെൻ്റാണ് നമ്മൾ ഈ കാണുക. വിശുദ്ധ ക്ലാര കിടന്ന് മരിച്ച സ്ഥലമൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ നമുക്കറിയാം, തൻ്റെ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളിലെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് ഫ്രാൻസിസ് ഇടപെട്ടു. നമ്മുടെ നവീകരണത്തിനായിട്ട്, സഭയുടെ നവീകരണത്തിനായിട്ട് ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ലയോ മാർപ്പാപ്പ നമ്മളോട് പറയുക അത് തന്നെയാണ്. ക്രിസ്തുനായ ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹവും സമാധാനവും ഒക്കെ എല്ലാവർക്കും കൊടുക്കുവാൻ, നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളിൽ ധൈര്യപൂർവ്വം ഇടപെടുവാനായിട്ട്, ക്രിയാത്മകമായിട്ട് ഇടപെടുവാനായിട്ട്, സമാധാന സ്ഥാപകരായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മളപ്പോൾ പോർച്ചുഗല ദേവാലയവും അതിൻ്റെ പ്രസക്തിയും മനസ്സിലാക്കി, സാന്താമിയാനോ ദേവാലയം അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി. ഇനി അസീസിയുടെ സെൻറ്ററിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് 1226 വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് മരിക്കുമ്പോൾ, അന്ന് സെൻറ്റ് ജോർജീസ് ദേവാലയമായിരുന്നു ഈ ദേവാലയം. ആ ദേവാലയത്തിലാണ് ഫ്രാൻസിസ് പിതാവിനെ ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് 2 വർഷത്തിനുള്ളിൽ ഫ്രാൻസിസ് വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടുകയും അതേ തുടർന്ന് മാർപ്പാപ്പ വലിയൊരു കത്തീഡ്രൽ ദേവാലയം
വിശുദ്ധന് വേണ്ടിയിട്ട് പണി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അസ്സീസിക്കാർ തന്നെ നിർമ്മിച്ച 2 വർഷത്തിനുള്ളിൽ പണി തീർത്ത വലിയൊരു കത്തീഡ്രൽ ദേവാലയമാണ് ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ റിലിക്സ് വെച്ചിരിക്കുന്ന ഈ ഒരു ദേവാലയം. നമുക്ക് അങ്ങോട്ട് എത്താം. ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് അകത്തു മാത്രമല്ല വൈദികർ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കുക, ദേവാലയത്തിന് പുറത്തും വൈദികർ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ഈ ദേവാലയം 3 നിലയായിട്ടാണ്. ഇതിന് മുകളിലാണ് വിശുദ്ധ കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുക. തൊട്ട് താഴത്തെ ഈ ഒരു ബസിലിക്കയിൽ ആണ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ റിലിക്സ് വെച്ചിരിക്കുക. തലേദിവസം രാത്രിയിൽ അഫീഫിയിൽ താമസിച്ചതുകൊണ്ട് അതിരാവിലെ എണീറ്റ് ഫ്രാൻസിസ് പിതാവിൻ്റെ അടുത്തേക്ക് ഓടി. രാവിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന 7:30 വിശുദ്ധ കുർബാനയിൽ കോൺസെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു മുകളിലത്തെ ബസിലിക്കയിൽ. അതിനുശേഷം താഴത്തെ ബസിലിക്കയിലേക്ക് റിലിക്സ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൺവെൻഷനച്ഛൻ എന്നെ കൊണ്ടുവന്നു. സ്വന്തം അപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന അതേ ഫീൽഡ് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ അതിനുശേഷം ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് ധ്യാനിക്കുവാനും എൻ്റെ ജീവിതത്തിൽ തന്നെ നവീകരിക്കുവാനായിട്ടുള്ള ഒത്തിരി ബോധ്യങ്ങൾ ഫ്രാൻസിസ് പിതാവ് തന്നു. മനസ്സിലേക്ക് ഓർമ്മ വന്ന മുഖങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് സഭയിൽ വലിയ നവീകരണം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ലോകം മുഴുവനും യുദ്ധഭീതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകമെമ്പാടും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി സമാധാന ദൂതനായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രത്യേക മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.